തിരുവനന്തപുരം പേഴുമൂട് പെട്രോൾ പമ്പിന് സമീപം യുവതിയുടെ ആത്മഹത്യാ ശ്രമം. 2 കുട്ടികളുമായി ഗ്യാസ് തുറന്നുവിട്ട് ജീവനൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. നാട്ടുകാരും പോലീസും ഇടപെട്ടതോടെ വൻ ദുരന്തം ഒഴിവായി. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? അതിനുശേഷം എങ്ങനെ ഈ നാട്ടുകാരും പോലീസും ഇടപെട്ടതോടെ വൻ ദുരന്തം ഒഴിവായി, വലിയൊരു കൂട്ടം മരണം ഒഴിവായി എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്താണ് ഇതിന്റെ കാരണം? ഈ കൂട്ടാത്മഹത്യാ ശ്രമത്തിനുള്ള കാരണം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? ഇതിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. കാരണം ഈ അമ്മ ഇപ്പോൾ ആശുപത്രിയിലാണ്. നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ഒരു ദുരന്തം ഒഴിവായി എന്നുള്ളൊരു ആശ്വാസമാണ് നാട്ടുകാർക്കും അതിന് രക്ഷാപ്രവർത്തനം നൽകിയവർക്കും പറയാനുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ പറയുന്ന കാട്ടാക്കട പേഴുമൂട് സ്വദേശിയാണ് ഈ അമ്മയും 2 കുട്ടികളും. ഇവരുടെ ഭർത്താവ് വിദേശത്താണ്. വിദേശത്ത് തുടർന്ന് ഇവർ ഈ പറയുന്ന പെട്രോൾ പമ്പിന് സമീപത്ത് ഇവർ വാടകയ്ക്ക് താമസിച്ച് വരികയായിരുന്നു. വാടകയ്ക്ക് താമസിച്ച് വരുന്നുണ്ടെങ്കിലും ഇവർ മറ്റ് ആൾക്കാരുമായി ഒരു ബന്ധം ഇവർക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആൾക്കാരുമായി ഒരു ബന്ധം പുലർത്തി വന്ന ഒരു സാഹചര്യം ഇവർക്കുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി ഈ പറയുന്ന വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. വീടിനകത്ത് നിന്ന് ഈ ഗ്യാസിന്റെ ദുർഗന്ധം വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരുന്നു നാട്ടുകാരും പരിസരവാസികളും എത്തുന്നത്. അവിടെ വാതിൽ തൊട്ട് നോക്കിയപ്പോൾ ഇവരുടെ ഒരു മകൻ ഓടി അടുത്തെത്തുന്നു. തുടർന്ന് ഈ പറയുന്ന വീട്ടിലേക്ക് പ്രവേശിച്ച് ഗ്യാസ് അണയ്ക്കുകയാണ് ഉണ്ടായത്. ഗ്യാസ് വാതകം പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ അണയ്ക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോഴും ഇവരുടെ ഒരു മാനസികമായ ഒരു അവസ്ഥ ശരിയല്ലായിരുന്നു. തുടർന്നായിരുന്നു ഇവരെ ആശുപത്രി. ഇവരിപ്പോൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലാണ് ഉള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണ് കാരണമെന്ന് അറിയില്ല. ഫാമിലി പ്രശ്നങ്ങൾ ആണോ സാമ്പത്തിക പ്രശ്നങ്ങളാണോ എന്നുള്ളത് ഇനിയും വ്യക്തത വരാനുണ്ട്. എന്തായാലും വലിയൊരു ദുരന്തം ഈ ക്രിസ്മസ് രാവിലെ നിന്ന് രക്ഷപ്പെട്ട ഒരു ആശ്വാസമാണ് ഈ പറയുന്ന പ്രദേശവാസികൾക്കുള്ളത്. തീർച്ചയായും അങ്ങനെ ഒരു കുടുംബ പ്രശ്നമുണ്ടോ? കാരണം ഈ കുട്ടികളുമായി ആത്മഹത്യാ ശ്രമം നടത്തുന്നു, അങ്ങനെ ഒരു നീക്കം നടത്തുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും തക്കതായ ഒരു കാരണം കാണും. എന്താണ് കുടുംബവും നാട്ടുകാരും പറയുന്നത്? നമുക്ക് ഈ പറയുന്ന ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നേരത്തെ സൂചിപ്പിച്ച ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ പ്രദേശത്ത് അടുത്തതായാണ് ഇവർ താമസത്തിന് വേണ്ടി വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. ഇവർക്ക് ഈ പറയുന്ന മറ്റ് ആൾക്കാരുമായി ഒരു സുഹൃത്ത് ബന്ധമൊന്നും ഇവിടെ പുലർത്തി വന്ന സാഹചര്യം ഇവരെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു ധാരണയില്ല. ഭർത്താവ് വിദേശത്താണ് താമസിക്കുന്ന യുവതി എന്നുള്ളതിൽ കഴിഞ്ഞ് ഈ പ്രദേശത്തെ ഒരു അങ്ങനെ ഒരു ബന്ധം പുലർത്താൻ ഇവര് മുതിർന്നില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ മറ്റു പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള സാഹചര്യം ഉൾപ്പെടെ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് എന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഇപ്പോൾ ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. യെസ്, മറ്റ് ആരോഗ്യനില തൃപ്തികരമാണ്. എങ്ങനെയാണ് ഈ പോലീസും നാട്ടുകാരും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടത്? കാരണം ഗ്യാസ് തുറന്നു വിട്ടു, ആത്മഹത്യാ ശ്രമം നടത്തുന്നു, പിന്നീട് എങ്ങനെയാണിത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നോ? പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം തുടർന്ന് ഈ നാട്ടുകാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഗ്യാസ് തുറന്നു വിട്ട ആ ഗ്യാസിന്റെ ഒരു മണം അത് സമീപവാസികളും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ഇവരുടെ ഈ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലെത്തിയപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ മൂത്ത മകൻ ഓടിയെത്തുകയായിരുന്നു. ഈ അപകടം ഭയന്നാണ് ആ കുട്ടി എത്തിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയത്. ഓടിയെത്തുകയായിരുന്നു. തുടർന്ന് അകത്ത് കയറി നോക്കിയപ്പോഴാണ് ഈ പറയുന്ന ഒരു ആത്മഹത്യാ ശ്രമം അവിടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് വേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു പോലീസ്. യെസ്, അരുൺ മോഹനാണ് വിവരങ്ങൾ